പച്ചപ്പ് വിരിച്ച കൂറ്റൻ മരങ്ങളും അവയുടെ കുളിർമയുള്ള തണലുമാണ് ഈ പട്ടണത്തിന്റെ ചന്തമെന്നാണ് സഞ്ചാരികളും ഇവിടുത്തുകാരും പറയുന്നത്. നൂറിലേറെ വർഷങ്ങൾ പഴക്കമുള്ളതാണ് മിക്ക വൃക്ഷങ്ങളും. കാലപ്പഴക്കം കൊണ്ട് വാർദ്ധക്യത്തിലേക്ക് ചുവടുവെച്ച മരങ്ങളും ധാരാളമായുണ്ട്. എങ്ങും നിറയെ ആൽമരങ്ങൾ. ഭാരതത്തിന്റെ ദേശീയ വൃക്ഷമാണ് ആൽമരം. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇത്രയധികം ആൽമരങ്ങളുള്ള സ്ഥലം വേറെ ഉണ്ടാവില്ല. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ ചേരമാൻ പെരുമാൾ നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന കേരളത്തിലുടനീളം പ്രസിദ്ധമായ ഭരണി ഉത്സവം നടക്കുന്ന കാവിന് ചുറ്റുമുള്ള ഏക്കർ കണക്കിന് വിശാലമായ സ്ഥലത്താണ് ഇത്രയധികം ആൽമരങ്ങൾ ഉള്ളത്. കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിലെ അമ്പലത്തിന്റെ ചുറ്റും തണൽ പരത്തി നിൽക്കുന്ന ആൽമരങ്ങൾ കാണാൻ തന്നെ നല്ല ചന്തമാണ്. ആൽമരത്തിന്റെ കൊമ്പുകളിൽ നിന്നും വേരുകൾ വളർന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ ആൽമരത്തണലിൽ വിശ്രമിക്കുന്നത് ഞാൻ കണ്ടു. മറ്റു വൃക്ഷങ്ങളെ അപേക്ഷിച്ച് ധാരാളം ഓക്സിജൻ പുറത്തുവിടുന്ന ഒന്നാണ് ആൽമരങ്ങൾ. 300 സ്ക്വയർ മീറ്ററുള്ള ഒരു ആൽമരം 3000 കിലോഗ്രാം ഓക്സിജൻ തരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൊടുങ്ങല്ലൂർ നഗരത്തിലെ ഒരു ഓക്സിജൻ പാർക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന നല്ലൊരിടമാണ് ഇത്.